ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പോ കേരള PSCയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തകൃതിയായി നടക്കുന്നില്ലേ കുട്ടികളെ? അപ്പോ 14 days ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്ക് എന്തൊക്കെ വിഷയങ്ങള്, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. Okay, so that I will consider it as an acknowledgement from your end. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരുപാട് കുട്ടികൾ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ അടുത്ത് പറയുന്നു അവര് വേറെ ഏതൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ മോക്ക് ടെസ്റ്റുകളും മറ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്, ഈവൻ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. എന്താണ് ചെയ്യേണ്ടത്? കൺഫ്യൂസ്ഡ് ആകുന്നു ആകെ, അതുപോലെ തന്നെ പാനിക് ആവുന്നു, സ്കെയർഡ് ആവുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ശരിക്കും പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് തന്നെ മറന്നു പോകുന്ന പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പല കമന്റ്സ് ഞാനിങ്ങനെ കണ്ടു. അപ്പൊ അത് ഞാൻ ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യാൻ കാരണം, കുറച്ച് കൂടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ചങ്ങാതി, ഞാൻ പേര് വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ അടുത്ത് ഇതേ കാര്യം വന്ന് അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത്, അതായത് 1 week അല്ലെങ്കിൽ 2 weeks ഡിപ്പെൻസ്, MCQs നോക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഗുണകരമായിരിക്കില്ല. കാരണം നമ്മൾ പാനിക് ആവും ആൻസേഴ്സ് കിട്ടാതെ വരുമ്പോൾ. ചിലപ്പോൾ ഒരു റെലവന്റും അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തതിലെ പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടോ എന്ത് സംഭവിച്ചേക്കാം, നമുക്കറിയാവുന്ന ആൻസർ പോലും നമ്മൾ തെറ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി 10 days ആണ് നമുക്ക് എക്സാമിന് ബാക്കിയുള്ളത്. ഞാൻ ഓരോ ദിവസവും നിങ്ങളെ റിമൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ 10 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ആ 10 ദിവസങ്ങൾക്കിടയിൽ 2 വീക്കെൻഡ്സ് വരുന്നുണ്ട്. ഒന്ന് ഇപ്പോ ഉള്ളത്, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, നാളെ സൺഡേ. ഇനി അടുത്ത ആഴ്ച നമുക്കൊരു സാറ്റർഡേയും സൺഡേയും കിട്ടുന്നുണ്ട്. എന്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ ഈ ആഴ്ച മുതൽ മിക്കവാറും ലീവിലായിരിക്കും. ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം പറയാനില്ല, അവര് കംപ്ലീറ്റ്ലി ഇതില് ഇൻവോൾവ് ആയിരിക്കും. അപ്പോ ലാസ്റ്റ് 10 days നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന പ്ലാൻ ഫോളോ ചെയ്തു പോകുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഒരു കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ റിവിഷനും കീപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ പോരാതെ, നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിലബസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആ ഒരു തസ്തികയിലേക്ക് കേരള PSC നടത്തിയ എക്സാമിന്റെ സിലബസിന് തുല്യാണ്, സെയിം ആണ് രണ്ടും. EDയുടെ എക്സാമിന് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു വിഷയം കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റുകളും അതുപോലെ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്കുകളാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് നമ്മൾ എന്ത് കണ്ടത്? ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കണ്ടത്, കമ്പയർഡ് ടു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആൻഡ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. ഓക്കെ, അപ്പോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ബാക്കി വരുന്ന 3 സബ്ജക്റ്റുകൾ, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, അതിനകത്ത് നിന്നും നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിന്റെ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് പോലെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിനർത്ഥം ഔട്ട് ഓഫ് സിലബസ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നേക്കാം എന്നുമല്ല, വരില്ല എന്നുമല്ല. വരാനായിട്ട് ചാൻസ് ഉള്ളത് മോസ്റ്റ്ലി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന
ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ തന്നെ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമോ എന്നൊക്കെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ബേസിക്കലി ആസ് ഐ ആം ഫ്രം എ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഞാൻ കുറച്ച് കമ്പ്യൂട്ടർ സയൻസ് IT ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഗേറ്റിന്റെ എക്സാംസിന് വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ ലെക്ചർ പോളി, അങ്ങനെയുള്ള ചില പോസ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ലാസ്റ്റ് 10 days എന്ന് പറയുന്നത് ശരിക്കും ക്രൂഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചിട്ടുള്ള കണ്ടന്റ് തറോ ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ഷെഡ്യൂള് ഞാൻ നിങ്ങൾക്ക് മുന്നില്, ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രപ്പോസ് ചെയ്തത്, വിച്ച് ഇസ് 14 days ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ മിഷൻ 11ഉം അതുപോലെ തന്നെ 25 days സ്പ്രിന്റ് വിത്ത് ക്ലിക്കും ചെയ്യുന്നവര് ഈ ലാസ്റ്റ് 2 weeks ആവുമ്പോ, ഈ ലാസ്റ്റ് 2 weeksല് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നവരോടൊപ്പം തന്നെ അവർക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, അതായത് ഇത്രയും നാളത്തെ ഒരു എന്താ പറയാ കുറച്ച് പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം, ഈ റിവിഷൻ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെയാണ്. സോ മാക്സിമം നമ്മുടെ പ്ലാന് സ്റ്റിക്ക് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി റെസ്റ്റ് ഡിപ്പെൻസ്. ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനായിട്ട് സാധിക്കുകയുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തന്നിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ട് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് 10 days ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽസിന് ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് യു ഹാവൻ പർച്ചേസ്ഡ് അവർ മെറ്റീരിയൽസ് യെറ്റ്, യു ക്യാൻ ബൈ ഇറ്റ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലും പിന്നെ ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാണ് ഷെയർ ചെയ്യുന്നത്. ടെലഗ്രാം ചാനലിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദിസ് 14 days ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്കിന്റെ 6th day എന്തൊക്കെ സബ്ജക്ട്സ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കമ്മിങ് ടു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അത് 40 ക്വസ്റ്റ്യൻസ് ആണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ നിന്ന് വരുന്നത്. അതിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിച്ച് ഇസ് 4th മൊഡ്യൂൾ. 12 മാർക്സിനാണ് അതിന്റെ വെയിറ്റേജ്. 40 മാർക്സിൽ 12 മാർക്സും പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നായിരിക്കും. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അഗൈൻ വി വിൽ കണ്ടിന്യൂ വിത്ത് ദ ബേസിക്സ് ഓഫ് പ്രോബബിലിറ്റി, ദെൻ ഇൻഡിപെൻഡന്റ് ഈവൻസ്, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, പിന്നെ ടോട്ടൽ പ്രോബബിലിറ്റി തിയറം. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ കാര്യത്തിൽ നോക്കുന്നത്. സോ ഒരു 24 minutes, 38 minutes, 15 minutes അത്രയും സം ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ കിട്ടുന്ന അത്രയും സമയം നമുക്ക് ശരിക്കും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നോക്കാനുണ്ട്. കുറച്ച് ഹെക്ടിക് ആണ്, പക്ഷെ ഈസി ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, അങ്ങ് തീരും ആ സബ്ജക്ട് പഠിച്ച്. ഇനി അടുത്ത സബ്ജക്ട് ഫിസിക്സ് നമ്മുടെ ഓൾറെഡി എന്നേ കഴിഞ്ഞു. ഇനി നമുക്ക് കെമിസ്ട്രി അല്ലേ, ബാക്കിയുള്ള 30 മാർക്സിനാണ് വരിക. അതിലെ 3ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കാണ്. 2nd മൊഡ്യൂൾ നമ്മുടെ ഇന്നത്തോടു കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. 3rd മൊഡ്യൂൾ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. ഇൻ വിച്ച് വി വിൽ ബി സ്റ്റഡിയിങ് എയർ പൊല്യൂഷൻ. ഓക്കെ, അതിൽ നമ്മൾ പൊല്യൂട്ടൻസ് ആൻഡ് ദെയർ സോഴ്സസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്രോക്സിമേറ്റ്ലി ലെസ് ദാൻ 25 minutes വരുന്ന 2 വീഡിയോസ്. സമ്മേഷൻ ഓഫ് ദീസ് 2 വീഡിയോസ് വിൽ ബി ലെസ് ദാൻ 25 minutes. അത്രയും വരുന്ന 2 വീഡിയോസ് ആണ് നിങ്ങൾ ഇതിൽ കാണേണ്ടത്, ഇതില് എയർ പൊല്യൂഷന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് നൗ മൂവിങ് ടു ദ മാൻഡേറ്ററി റിവിഷൻ. നമ്മള് സേ 2 or 3 hours ഈ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു ഫസ്റ്റ് ടൈം സ്റ്റഡിക്കെങ്കിൽ, നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ് 1 or more than 1 hour എന്ത് വേണം, മാൻഡേറ്ററി റിവിഷന് വേണ്ടി മാറ്റിവെക്കുക തന്നെ വേണം. സോ ഡേ 6ലെ മാൻഡേറ്ററി റിവിഷനിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ മൊഡ്യൂൾ 1
അതിലെ മെട്രിക്സ് ഓൾജിബ്ര മാത്രമാണ്. മൊഡ്യൂൾ 2 കാൽക്കുലസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തേ പറ്റൂ. എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ മൊഡ്യൂൾ 1 കവർ ചെയ്യണം. പിന്നെ മൊഡ്യൂൾ 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് അല്ല സൂപ്പർ കണ്ടക്ടേഴ്സ് കവർ ചെയ്യണം. ദെൻ അക്യൂസ്റ്റിക്സ് 3rd മൊഡ്യൂൾ ആണ്, അത് എൻറ്റയർലി കവർ ചെയ്യണം. ഇനി എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയുടെ കാര്യത്തിലാണെങ്കിൽ മൊഡ്യൂൾ 1 നിന്നുള്ള നാനോ മെറ്റീരിയൽസ്, അതിന്റെ ക്ലാസിഫിക്കേഷനും സിന്തസിസും, അതുപോലെ തന്നെ സിമെന്റ്, പോളിമേഴ്സ്, എൻറ്റയർ പോളിമേഴ്സ് എന്നുള്ള ആ ടോപ്പിക് കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇറ്റ് മൈറ്റ് ഇൻക്ലൂഡ് സ്പെഷ്യാലിറ്റി പോളിമേഴ്സ്, ബയോ പോളിമേഴ്സ്, അതൊക്കെ ഉണ്ടായിരിക്കും. അത് സോ പോളിമേഴ്സ് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ദെൻ മൊഡ്യൂൾ 2 ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, അതിനകത്ത് തെർമൽ അനാലിസിസ് ആണ് വരുന്നത്. TGA DTA പ്രിൻസിപ്പിളും ആപ്ലിക്കേഷൻസും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ക്രൊമാറ്റോഗ്രഫി, സെം, ഈ 3 ടോപ്പിക്സും ഇത്രയുമാണ് നമ്മള് ഡേ 6 കവർ ചെയ്യേണ്ടത്. കുറച്ചുണ്ട് കണ്ടൻസ്, ബട്ട് ടുഡേ ഈസ് സെക്കൻഡ് സാറ്റർഡേ, ടുമോറോ ഈസ് സൺഡേ. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ ടൈം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിനകത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ദേ ആർ റിയലി ലക്കി. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അതിൽ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് ലീവ് എടുത്ത് പഠിക്കാനിരിക്കുന്നവരുണ്ട്. ലീവ് കിട്ടാത്തത് കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്ലാന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ആണ് എന്ന ധാരണയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തതും അതുപോലെ തന്നെ നാളത്തെ ഷെഡ്യൂൾ ഇപ്പോ പറഞ്ഞതും. ഓക്കെ, ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ ഹിയർ, ആൻഡ് ഇഫ് യു have any doubts you can ask in the comment section. So we are winding up the video here. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. ഇനി 10 days മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.